നമസ്കാരം. സാധാരണക്കാരായ സ്ത്രീകളുടെ കണ്ണീരൊപ്പി ജീവകാരുണ്യം പ്രസംഗിക്കുന്നവർ പാവപ്പെട്ട വനിതാ സ്വാശ്രയ സംഘങ്ങളെ എങ്ങനെയൊക്കെ പിഴിഞ്ഞു എന്ന് തെളിയിക്കുന്നതാണ് പുൽപ്പള്ളിയിലെ മൈക്രോ ഫിനാൻസ് അഴിമതി. SNDP യോഗം പുൽപ്പള്ളി യൂണിയനുമായി ബന്ധപ്പെട്ട് നടന്ന ഇടപാടിൽ പകുതി തുകയും ഭാരവാഹികൾ അടിച്ചുകൊണ്ടുപോയെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ. വനിതാ സ്വാശ്രയ സംഘങ്ങൾക്ക് ചെറുകിട സംരംഭങ്ങൾ തുടങ്ങുന്നതിനായി പുൽപ്പള്ളി യൂണിയന് 20 ലക്ഷം രൂപ നൽകിയെന്നാണ് ആസ്ഥാനത്തെ കണക്കുകളിലുള്ളത്. എന്നാൽ യൂണിയൻ പ്രസിഡന്റിന്റെ കൈകളിലെത്തിയത് വെറും 10 ലക്ഷം രൂപ മാത്രമാണ്. ബാക്കി 10 ലക്ഷം രൂപ എങ്ങോട്ട് പോയി എന്നതിന് ഒരു രേഖയുമില്ല. പകുതി തുക കൈക്കലാക്കിയാണ് ഇവിടെ വലിയ അഴിമതി നടത്തിയത്. പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കാൻ സർക്കാർ സംവിധാനങ്ങളെ എങ്ങനെ ദുരുപയോഗം ചെയ്തു എന്നതിന്റെ കൃത്യമായ തെളിവാണ് ഈ കേസ്. സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷനിൽ നിന്ന് വളരെ കുറഞ്ഞ പലിശയ്ക്കാണ് സ്വാശ്രയ സംഘങ്ങൾക്ക് വിതരണം ചെയ്യാനായി ഇവർ കോടികൾ വായ്പയെടുത്തത്. എന്നാൽ ഈ തുക പാവപ്പെട്ട വനിതാ സ്വാശ്രയ സംഘങ്ങൾക്ക് നൽകിയപ്പോൾ ഈടാക്കിയതാകട്ടെ കൊള്ളപ്പലിശയും. കുറഞ്ഞ പലിശയ്ക്ക് സർക്കാർ നൽകിയ ഫണ്ട് സാധാരണക്കാരിലെത്തിയപ്പോൾ ഉയർന്ന പലിശയായി മാറി. ഇതിനു പുറമെയായിരുന്നു കണക്കിൽ കാണിച്ചതിലും പകുതി തുക മാത്രം യൂണിയനുകൾക്ക് നൽകി ബാക്കി തുക സ്വന്തം കീശയിലാക്കിയുള്ള ഈ കൊടും ചതി. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ശക്തമായ ഇടപെടലിനെയും പരാതിയെയും തുടർന്നാണ് സംസ്ഥാന വ്യാപകമായി ഈ കോളിളക്കം സൃഷ്ടിച്ച മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് പുറത്തുവരുന്നത്. VS 2016 നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വെള്ളാപ്പള്ളി നടേശനെതിരെ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചത്. സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷനിൽ നിന്നും സാധാരണക്കാരായ സ്ത്രീകളുടെ പേരിൽ വ്യാജ പദ്ധതികൾ ചമച്ച് SNDP യോഗം വഴി കോടികൾ വായ്പയെടുത്ത് അട്ടിമറിച്ചെന്നായിരുന്നു പ്രധാന ആരോപണം. കുറ്റകരമായ ഗൂഢാലോചനയിലൂടെയും സാമ്പത്തിക തിരിമറിയിലൂടെയും ഏകദേശം 15 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് VS അച്യുതാനന്ദൻ ഉന്നയിച്ചിരുന്ന പരാതി. സംസ്ഥാനത്താകെ 124 കേസുകളാണ് വിജിലൻസ് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ സംസ്ഥാനത്ത് തന്നെ ആദ്യമായി അന്വേഷണം പൂർത്തിയായത് പുൽപ്പള്ളി യൂണിയനുമായി ബന്ധപ്പെട്ട കേസിലാണ്. അന്വേഷണം പൂർത്തിയാക്കിയ വിജിലൻസ് സംഘം കേസിൽ ഉടൻ തന്നെ വിജിലൻസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാനുള്ള അന്തിമ നീക്കത്തിലാണ്. കേസിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ, പ്രസിഡന്റ്, പുൽപ്പള്ളി യൂണിയൻ പ്രസിഡന്റ്, സെക്രട്ടറി ഉൾപ്പെടെയുള്ള 6 പ്രമുഖരാണ് പ്രതിപട്ടികയിലുള്ളത്. ഇവരെ വിജിലൻസ് ഉദ്യോഗസ്ഥർ നേരത്തെ വിശദമായി ചോദ്യം ചെയ്തിരുന്നു. 2013-2015 കാലയളവിലാണ് കേസിനാസ്പദമായ ഈ വൻ തട്ടിപ്പ് നടന്നത്. വിചാരണ കാലത്ത് കോടതിയിൽ തെളിവുകളെത്തിയാൽ വെള്ളാപ്പള്ളിയും കൂട്ടരും വെട്ടിലാകും. കുറ്റപത്രം ഉടൻ വിജിലൻസ് കോടതിയിലെത്തും. വിചാരണയും ഉടൻ തുടങ്ങുമെന്നതാണ് പ്രതീക്ഷ. കിട്ടിയ 10 ലക്ഷം രൂപയിൽ നിന്ന് വെറും 25,000 രൂപ വീതം 7 സംഘങ്ങൾക്ക് മാത്രമാണ് വായ്പയായി ലഭിച്ചതെന്നും ബാക്കി തുക മുഴുവൻ വിനിയോഗിക്കാതെ മുക്കിയെന്നുമാണ് അണികൾക്കിടയിലുള്ള ആക്ഷേപം. പാവപ്പെട്ട സ്ത്രീകളുടെ പേരിൽ കോർപ്പറേഷനിൽ നിന്നും കുറഞ്ഞ പലിശയ്ക്ക് പണമെടുത്ത് ഉയർന്ന പലിശയ്ക്ക് കൊടുത്ത് പണം ഉണ്ടാക്കിയതിന് പുറമെ വന്ന തുകയുടെ പകുതിയും മുക്കിയ ഈ പകൽ കൊള്ളയുടെ മുഴുവൻ വിവരങ്ങളും കുറ്റപത്രത്തിലൂടെ കോടതിക്ക് മുന്നിലെത്തുകയാണ്. വരും ദിവസങ്ങളിൽ വിചാരണ വേളയിൽ കോടതിയിൽ തെളിവുകളെത്തിയാൽ വെള്ളാപ്പള്ളി നടേശനും കൂട്ടരും കൃത്യമായി വെട്ടിലാകും. കുറ്റപത്രം ഉടൻ വിജിലൻസ് കോടതിയിലെത്തുന്നതോടെ കേസിന്റെ വിചാരണയും അതിവേഗം തുടങ്ങാമെന്നതാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. സ്വാശ്രയ പ്രസ്ഥാനങ്ങളുടെ സുതാര്യതയെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള വൻ അട്ടിമറിയാണ് പിന്നോക്ക വികസന കോർപ്പറേഷൻ നൽകിയ വായ്പയുടെ കാര്യത്തിൽ ഈ യൂണിയൻ ഭാരവാഹികൾ കാട്ടിയത്. നിയമത്തിന്റെ പഴുതുകളടച്ച് വിജിലൻസ് തയ്യാറാക്കിയിരിക്കുന്ന ശാസ്ത്രീയ തെളിവുകൾ വിചാരണ വേളയിൽ പുറത്തു വരുന്നതോടെ പ്രതിപട്ടികയിലുള്ള ഉന്നതർക്ക് അത് വലിയ തിരിച്ചടിയാകും. പാവപ്പെട്ട സമുദായ അംഗങ്ങളുടെ പേരിൽ നടത്തിയ ഈ കോടികളുടെ പലിശക്കൊള്ളയും ഫണ്ട് തട്ടിപ്പും വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിലും വലിയ ചർച്ചകൾക്ക് വഴിവെക്കും. വായ്പാ വിതരണത്തിലെ ക്രമക്കേടുകൾ കൃത്യമായ രേഖകളുടെ പിൻബലത്തോടെ കോടതിയിൽ തെളിയിക്കപ്പെടുമ്പോൾ ഭാരവാഹികൾക്ക് മറുപടി നൽകാൻ ഏറെ പാടുപെടേണ്ടി വരും.